ബിഷോയ്. ഇത് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ. മികവാർന്ന പരിശീലന രീതിയുമായി അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ അനുദിനം മുന്നോട്ട്. ഈ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രത്യേക ഡോക്യുമെന്ററിയിലേക്ക്. പുഴയുടെ തീരത്തോർത്തിരാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണി ഉണ്ടു. Respected principal, teacher and my dear friend, today November 14 we celebrate Children's Day. It is the birthday of Jawaharlal Nehru, was the first Prime Minister of Free India. വൊക്കേഷണൽ ക്ലാസ്സിലെ കുട്ടികളാണ്. ഇവർക്ക് വ്യത്യസ്തമായ അഭിരുചികളാണുള്ളത്. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് ഏത് കാര്യങ്ങളിലാണെന്ന് കണ്ടെത്തി അതിൽ കൂടുതൽ പരിശീലനം നൽകി ഇവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയാണ്. വ്യത്യസ്തമായ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. കൊന്തകെട്ട്, മെഴുകുതിരി നിർമ്മാണം, ലോഷൻ, ലിക്വിഡ്, അങ്ങനത്തെ ഡിഷ് വാഷ്, അങ്ങനെയുള്ള ലിക്വിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് വിൽക്കുമ്പോൾ അവർക്ക് അതും ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പൈസ കൈകാര്യം ചെയ്യാനും സാധനങ്ങൾ വിൽക്കുമ്പോൾ പൈസ കിട്ടുന്നു. അങ്ങനെയുള്ള പരിശീലനം കിട്ടുന്നുണ്ട്. അതിലൂടെ അവർക്ക് ചെറിയൊരു ഏണിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഒരു പരിശീലനം ലഭിക്കത്തക്ക വിധത്തിലാണ് സ്വന്തം കാര്യം നിൽക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് ആ പരിശീലനം നൽകുന്നത്. പറയാനുള്ളത്, സിസ്റ്റർമാർ എനിക്ക് എനിക്ക് നൂല് തരും. ഞാൻ ഇതിന് ഒരു മുത്ത് ഉണ്ടാക്കും, കെട്ടും. ഒരു മീറ്റർ കൊണ്ട് അളവ് നോക്കി ഞങ്ങൾ കെട്ടും. ഈ നിമിഷത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ ഒരു ടീച്ചറിനെ പരിചയപ്പെടാം. ഇവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞത് ഒരു ടീച്ചർ മാത്രമല്ല, ഒരു കലാകാരി കൂടിയാണ്. നമുക്ക് വേണ്ടി ടീച്ചർ ഇപ്പോൾ ഈ കുട്ടികൾക്കും വേണ്ടിയും നമുക്ക് വേണ്ടിയും ടീച്ചർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആ ഗാനത്തിനെ സ്നേഹസ്വരൂപനം നാഥ നീയല്ലാതാരാണാലംബം കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം.
ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ ആശംസകൾ നേരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. കലാകായിക രംഗത്ത് മാത്രമല്ല കൃഷിയിലും വൈദഗ്ധ്യം തെളിയിക്കുന്നവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അതിന് നേതൃത്വം നൽകുന്ന ആൻസിസ്റ്റർ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. കൃഷി രീതികളെക്കുറിച്ചും മറ്റുമൊക്കെ സിസ്റ്റർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. എങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊക്കെ? 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് വൊക്കേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവരുടെ അധ്യയനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കൃഷി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഗ്രോ ബാഗിൽ കുട്ടികൾ തന്നെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് തയ്യാറാക്കും. അതിനുശേഷം വിത്തുകൾ മുളപ്പിച്ച വിത്തുകൾ 4 ഇല പരുവത്തിലാവുമ്പോഴത്തേക്ക് അത് കുട്ടികൾ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഗ്രോ ബാഗുകളിൽ അത് എടുത്ത് പ്രത്യേകമായിട്ട് വെച്ച് അതിനെ പരിപാലിക്കും. എൻ്റെ പേര് റോസ്മരിയ. ഞങ്ങൾ ഇന്നലെ ശിശുദിനമായി ഇവിടെ പോയി പോയി. ആദ്യം ഞങ്ങൾ കണ്ടത് ആദ്യം പത്രത്തിൻ്റെ ഇത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാസിക ഉണ്ടാക്കുന്ന അച്ചടിക്കുന്നതിൻ്റെ കണ്ടു. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങിന് ഇത് വരുന്നതെല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഉണ്ട്. അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം അതിഥിയായി ചേരുകയാണ് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തിനി. സ്വാഗതം. നമുക്കറിയാം, ഞാനൊക്കെ ധാരാളം സ്ഥാപനങ്ങളിൽ, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഡോക്യുമെൻ്ററി ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഇത് അത്ഭുതത്തോടെയാണ് ഇങ്ങനെ ഒരു കലാലയത്തെ നോക്കിക്കാണുന്നത്. കാരണം നമുക്കറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ തികച്ചും വ്യത്യസ്തമാണ്. മറ്റ് സ്കൂളുകളിലെ പോലെ അല്ല. കുട്ടികളുടെ വികസനത്തിനൊക്കെ ചിലപ്പം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പ്രാപ്തരാകാത്ത കുട്ടികളാണ് ഇങ്ങോട്ടൊക്കെ വന്നു ചേരുന്നത്. അവരൊക്കെ നല്ല നിലയിൽ എത്താറുമുണ്ട്. ഈ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് നമ്മളൊക്കെ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അപ്പോൾ ഈ സ്കൂളിന് എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനം 33 വർഷമായി തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ പോലും ചെയ്യാതെ കടന്നു വരുന്ന കുട്ടികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും രക്ഷകർത്താക്കൾക്ക് ഒരു താങ്ങും തണലും ആകുന്ന രീതിയിലുള്ള പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 33 വർഷം നമ്മൾ പഠിച്ച് കടന്നുപോയി. ഇപ്പം ചെറിയ കൈത്തൊഴിലുകൾ ചെയ്ത് വീടുകളിൽ മറ്റു മാതാപിതാക്കളെ സഹായിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആ പരിശീലനത്തിലൂടെയാണ്, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പറഞ്ഞാൽ ബോർഡിംഗ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോർഡിങ്ങിൽ കുട്ടികളുണ്ട്. അപ്പോൾ അതിലൂടെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും വീട്ടിലുള്ള ചെറിയ ചെറിയ കൈവേലകളൊക്കെ ചെയ്യാനും അവർ പ്രാപ്തരാകുന്നുണ്ട്. രക്ഷകർത്താക്കൾക്ക് ഒരു സഹായമായിട്ട് തീരാറുണ്ട് ഈ കുട്ടികളെ സംബന്ധിച്ച്. നമ്മൾ ഈ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ, ഈ ഡോക്യുമെൻ്ററി സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് സർക്കാരിൽ നിന്ന് വേണ്ടത്ര പരിഗണന മറ്റ് സാധാരണ സ്കൂളുകൾക്കൊക്കെ കിട്ടുന്ന പോലെ. കാരണം നമ്മൾക്ക് അർഹതയുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. സർക്കാരിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. നമുക്കറിയാം, സിസ്റ്ററിനൊക്കെ അറിയാലോ, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഒത്തിരിയേറെ സമര പോരാട്ടങ്ങൾ നടത്തിയതാണ്. പക്ഷേ സമരം നടത്തുന്നു, അത് കഴിയുന്നു, പിന്നെ അതിൻ്റെ ഫോളോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ശരിയല്ല. എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ MAd എടുത്തതാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു വളർച്ച പ്രതീക്ഷിച്ചായിരുന്നു ഞാനൊക്കെ ഇതിനുവേണ്ടി പഠിച്ച് ഇറങ്ങി വർക്ക് ചെയ്തത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴും ചെറിയൊരു രീതിയിൽ തന്നെ കടന്നു പോവുകയാണ്. ഒത്തിരി കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നേടുവാനും കുട്ടികൾക്ക് ഒത്തിരി വികസനം നേടുവാനും കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യുവാനും സാധിക്കാത്തത് സർക്കാരിൻ്റെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും
ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നവരുണ്ട്. പക്ഷേ അവർക്ക് സാലറി ശരിക്കും അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല. അതേസമയം ഞങ്ങളിലൊക്കെ 2000-ൽ തന്നെ ഞങ്ങൾ ഇതിനുവേണ്ടി സമരം ചെയ്യാൻ തുടങ്ങിയതാണ്. സമരം ചെയ്തു. ടീച്ചേഴ്സിനെ അവർ ജനറൽ സ്കൂളിലേക്കാണ് കൊണ്ടുപോയത്. ജനറൽ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെ വിളിച്ചു. അവിടെ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. അതേ ക്വാളിഫിക്കേഷനുള്ള ഇവിടെ അധ്യാപകർക്ക് ആ സാലറി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ജനറൽ സ്കൂളിലേക്ക് പോകാനായിട്ട് നിർബന്ധിതരായി തീരുകയാണ്. ടീച്ചേഴ്സ് ഇവിടെ ചെയ്യാൻ റെഡിയാണ്. അവിടെ കൊടുക്കുന്ന ആ സാലറി എങ്കിലും ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ കൊടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് സ്പെഷ്യൽ സ്കൂൾ വർക്ക് ചെയ്യാനാണ് താല്പര്യം കാണിക്കുക. നിങ്ങളോടൊക്കെ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുണ്ടല്ലോ, ധാരാളം സ്കൂളുകളും ഉണ്ടല്ലോ. ഇനി എന്താ തുടർന്നുള്ള നടപടി എന്തായിരിക്കും? ഈ വർഷവും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ സമരം ചെയ്തു. കഴിഞ്ഞ വർഷം സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും. കാരണം കുട്ടികൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ടത് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർക്ക് ആവശ്യം. കാരണം നമ്മൾ വ്യക്തികൾ ജീവിക്കുന്ന സമൂഹത്തിലാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ബെസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവർ ചെയ്യുന്ന ഇവിടെ പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കാൻ പഠിച്ചു, എൻവലപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ മെഴുകുതിരി ഉണ്ടാക്കാൻ, ലോഷന്, സോപ്പ് ലൈനി എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷേ സ്വയമായിട്ടൊരു തൊഴിലിലോട്ട് അവർക്ക് കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. മാർക്കറ്റിൽ നമ്മൾ മുടക്കുന്നതിനനുസരിച്ച് ഉള്ളത് പോലും കയ്യിൽ കിട്ടാതെ വരുമ്പോൾ പിന്നെ എങ്ങനെ കുട്ടികൾക്ക് ആ ഒരു ജോലി ഉറച്ചു നിൽക്കാൻ പറ്റും? ഇപ്പം പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാനും ആ ഒരു ലക്ഷ്യത്തിലൂടെ കൃഷിപരമായ ജോലിയിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ കടന്നു വരുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനും ഒരു മാർക്കറ്റിംഗ് കിട്ടുന്നില്ല. വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, സ്വയം തൊഴിൽ പരിശീലനമുണ്ട്, അതുപോലെ മറ്റേ ബാൻഡ് സെറ്റ്, അതുപോലെ തന്നെ സ്പോർട്സിലാണ് ബാസ്ക്കറ്റ് ബോൾ, അങ്ങനെ കുറേ കുട്ടികൾ ഒരു ഇൻവോൾവാണ്. കാരണം അതൊക്കെ അവരുടെ മനസ്സിന് നൽകുന്ന സന്തോഷം വലുതാണ് അല്ലേ? ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ ശരിക്കും ഇവരുടെ കഴിവുകളെ നാം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. പക്ഷേ ഇവരുടെ സമൂഹം ശരിക്കും ഒരു അവഗണന കാട്ടുന്നില്ല. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളോട്, കുട്ടികളോട് സമൂഹം ഒരു അവഗണന കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ സമൂഹത്തിൽ നിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും ഒരു പരിശീലനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഒരു വൊക്കേഷണൽ ഒരു തൊഴിൽശാല എന്നുള്ള രീതിയിലുള്ള ഇതിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴും പരിശീലനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് തൊഴിൽ ചെയ്തു അവർക്ക് അതിൽ നിന്നൊരു ഏണിംഗ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു ജോലി അവരുടെ ജീവിത ഭാഗമായിട്ട് മാറുന്നുള്ളൂ. ഈ സ്ഥാപനം തുടങ്ങിയത് 1991-ലാണ്. നമുക്കറിയാം 1972 1972 ചങ്ങനാശ്ശേരി ആശാഭവനായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞ് അവിടുത്തെ പിള്ളേരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം ഒത്തിരിയേറെ വർഷങ്ങൾ ഇപ്പോൾ ഇതിനോടകം കടന്നുപോയി. വിജയത്തിൻ്റെ പതിറ്റാണ്ടുകൾ എന്ന് വേണം പറയാം. സ്ഥാപനം തുടങ്ങിയതിന് വേണ്ടി ഒത്തിരിയേറെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. ശരിയല്ല? ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കാണുന്നു? സ്ഥാപനം ഒത്തിരി കുട്ടികൾക്ക് ആശ്വാസമായിട്ട് കടന്നു പോയിട്ട് ഒരു 300-400 ശിഷ്ടം കുട്ടികളോളം ഇവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. അവർ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വശങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഒത്തിരി പേര് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാനായിട്ട്, പ്രത്യേകിച്ച് ഈ ബാൻഡ് സെറ്റൊക്കെ അവർക്കൊരു ഏണിങ്ങിനൊരു സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇവിടെ വിദേശത്ത് പോയി അവരുടെ മത്സരങ്ങളിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയ കുട്ടികളുണ്ട്. ഈയിടെ നമ്മുടെ ഒരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടി അല്ലേ? ഈയിടെ ഇപ്പോൾ ഇന്റർനാഷണലിലേക്ക് ഇറ്റലിയിലേക്ക് പോകാനായിട്ട് അതൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു നേട്ടമല്ലേ? പിന്നെ തീർച്ചയായും. പിന്നെ മാരേജ് ലൈഫിലേക്ക് പോയിട്ടുള്ള കുട്ടികളുണ്ട്. പരിശീലനം നേടിയിട്ട് ഇപ്പം മാരേജ് ലൈഫിലായിരിക്കും നയിക്കുന്നവരുണ്ട്. പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. സക്സസ് ആയിട്ട് തന്നെ പോകുന്ന ഫാമിലീസ് ഉണ്ട്. ശാന്തമായ അന്തരീക്ഷമാണ്. അതിനോടൊപ്പം തന്നെ അധ്യാപകരും ടീച്ചേഴ്സും ഒക്കെ ഒരേ രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടത്തോടുകൂടിയേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. എനിക്ക് എല്ലാ മേഖലയിലും പെട്ട ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ വൊക്കേഷൻ, പിന്നെ MSW സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. സോഷ്യൽ വർക്കേഴ്സാണ് സൊസൈറ്റിയുടെ ഒരുമായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്ന സോഷ്യൽ വർക്കേഴ്സാണ്. ധാരാളം സ്കൂളുകളുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് എടുത്തു പറയാൻ പറ്റും? ബോർഡിംഗ് ആണ് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് ആശാഭവൻ എന്ന് പറഞ്ഞാൽ 72 തുടങ്ങി, അത് 52 വർഷം ഇപ്പം പൂർത്തിയാക്കി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം കുട്ടികൾ ലാപ്ടോപ്പ്, കുട്ടികൾ കമ്പ്യൂട്ടർ ചെയ്യാൻ, ഡാറ്റ എൻട്രി ചെയ്യാൻ പഠിച്ചു. പക്ഷേ 20 കുട്ടികളോളം ഡാറ്റ എൻട്രി ചെയ്യാൻ പഠിച്ചതാണ്. പക്ഷേ നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നില്ല.
സൊസൈറ്റിയിൽ നിന്ന് അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് അതൊരു ജീവിത മാർഗമായിട്ട് നേടുവാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം ഈ ബോർഡിങ്ങിലൂടെയാണ് കുട്ടികൾ സ്വയം പര്യാപ്തരായ മാരേജ് ലൈഫിലേക്ക് പോകാൻ സാധിച്ചതും ബോർഡിങ്ങിൽ കുട്ടികൾ താമസിച്ചത് കൊണ്ടാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആവും ബോർഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഡേ സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ടോടുകൂടി ഒരുങ്ങി വരുന്നു, സ്കൂളിൽ വരുന്നു, ഇരുന്ന് പഠിക്കുന്നു, ചെയ്യുന്നു, പോകുന്നു അങ്ങനെ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ സപ്പോർട്ടോടുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ എമിൻമാണി എന്ന് പറയുന്ന കൊച്ചാണ് ഇപ്പോൾ ഇവിടെ ക്ലർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു യൂണിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗേറ്റ് എല്ലാം അടയ്ക്കാനും ക്ലോസ് ചെയ്യാനും ക്ലാസ് റൂംസ് എല്ലാം അടച്ച് ആ താക്കോൽ എത്തിയിട്ടുണ്ട്. സിസ്റ്റർ, അടുത്തതായിട്ട് നമ്മുടെ ഇവരുടെ കഴിവുകളും നമ്മൾ അംഗീകരിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവരൊക്കെ ഒരു നല്ല നില, ഇപ്പം സിസ്റ്റർ പറഞ്ഞു മാരേജ് ലൈഫ് നയിക്കുന്നുണ്ട്, അതൊക്കെ വലിയ വലിയ കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സ്കൂളിൽ വന്ന് പരിശീലനം നൽകി ജീവിതത്തിലേക്ക് ഒരു ഭാവിയിലേക്ക് എത്തുമ്പോൾ അതൊക്കെ, അതായത് ഞാൻ ചോദിക്കാൻ വന്ന ഇത്രേ ഉള്ളൂ, നമ്മുടെ കുട്ടികൾ നല്ല നിലയിലെത്തുമ്പോൾ, അതായത് അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായി മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം വലുതല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ മാരേജ് ലൈഫിലേക്ക് പോയവർ മിക്കവാറും വിളിക്കാറുണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ മാരേജ് ലൈഫിലേക്ക് അല്ലെങ്കിലും വേറെ ചെറിയ തൊഴിൽ കൈത്തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്, ഞങ്ങളൊക്കെ കാണാറുണ്ട്. അവരുടെ സന്തോഷം കാരണം പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുണ്ട്. അപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് കാണുമ്പോൾ അതിൻ്റെ റിമാർക്സ് ഉടനെയും സന്തോഷമായിട്ടിരിക്കുന്നു. അവർക്കും വളരെ സന്തോഷമാണ്. രക്ഷകർത്താക്കൾക്കാണെങ്കിൽ ഇവിടെ വന്ന് പരിശീലനം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്തോഷം ഇപ്പോഴും ആ പല കുട്ടികളും നമ്മളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഈ ഡോക്യുമെൻ്ററി കാണുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ സിസ്റ്ററിന് ഇപ്പോൾ ഇത്രയും പരിചയ സമയത്തുണ്ടല്ലോ, സിസ്റ്ററിന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഉതകുന്ന ഒരു സന്ദേശമുണ്ട്. കുട്ടികളെ അംഗീകരിക്കുക, അവർക്ക് അവസരങ്ങൾ നൽകുക, അവരുടെ ഒപ്പമായിരിക്കുക. കാരണം അവരുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവർ തനിയെ എല്ലാം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കുകയും അവരുടെ ഒപ്പമായിരിക്കുകയും അവർക്ക് അവസരങ്ങൾ നൽകുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകി അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളും സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തീരും. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. സിസ്റ്റർ പ്രതികരിച്ചതാണ് നാം കേട്ടത്. സിസ്റ്റർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ, അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കുട്ടികളൊക്കെ നല്ല നിലയിലെത്തി, ഇനിയും അവരെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതൊക്കെയാണ് നമ്മളോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. സിസ്റ്ററിൻ്റെ പ്രതികരണത്തിന് ഹൃദയംഗമായ നന്ദി. താങ്ക് യു. ദൈവമേ, ഞാനിൻ സവിധി കൂപ്പുകൈകളുമായി അണഞ്ഞിടുമ്പോ നീ തോകണമേ. അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം ചേർന്ന് പ്രതികരിക്കുകയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ സിനി ജോർജ്. സ്വാഗതം. എങ്ങനെയുണ്ട് ഈ കലാലയത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒത്തിരിയേറെ പറയാനുണ്ട്, ശരിയല്ലേ? പിന്നെ ഒത്തിരിയേറെ പറയാനുണ്ട്. ഇതുപോലുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇതുപോലുള്ള കലാലയങ്ങൾ കാരണമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം. മെമ്പറിന്റെ അടുത്താണ് ഈ സ്കൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്കൂൾ ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം 33 വർഷത്തോളമായി. എല്ലാ തരത്തിലുള്ള കുട്ടികളും ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, തീർത്ത് വയ്യാത്തവരുണ്ട്. എല്ലാവരെയും ഇവിടുത്തെ സ്റ്റാഫ് നല്ലവണ്ണം നോക്കുന്നുണ്ട്. അവരുടെ ആ പ്രത്യേക പരിചരണം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ കുട്ടികൾ ഇവിടെ വരുന്നതും ആ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ പോകുന്നത്. ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ് എല്ലാവരുടെയും ഭയങ്കരമായ പ്രയത്നം കൊണ്ട് മാത്രമാണ്. ഇവർ ഓരോ പ്രോഗ്രാമിന് ഇവർ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് ശ്രദ്ധ ചെയ്തിയ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഭിന്നശേഷി കലോത്സവം നടന്നപ്പം ഈ സ്റ്റേജിൽ കുറേ കുട്ടികൾ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് തെറ്റ് പറ്റിയപ്പം ഉടനെ കൂട്ടത്തിലുള്ള പിള്ളേർ, സ്റ്റേജിലല്ലാത്ത പിള്ളേരും, അപ്പോൾ അവർക്കത് ആ സ്റ്റെപ്പുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ സ്നേഹമാണ്.
അപ്പം സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളെ തെറ്റിച്ചെങ്കിലും അപ്പോൾ പുറകിൽ നിന്ന് ആ കുട്ടികൾ അവരെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആ കുട്ടികൾ മനോഹരമായിട്ട് ആ പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു സ്നേഹമാണ്. ഈ പിള്ളേർ ഇതുപോലുള്ള ധാരാളം കുട്ടികളെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. അവരുടെ മാതാപിതാക്കളൊക്കെ വളരെയേറെ ആശങ്കയോടെയാണ്, വളരെയേറെ കഷ്ടപ്പെടേണ്ട അനുഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ആനന്ദവും ഉല്ലാസവും ഒക്കെ ആകും. അപ്പൊ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി കാണുന്ന ധാരാളം ആളുകളുണ്ട്. മെമ്പർക്ക് ഈ അവസരത്തിൽ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ള സാധാരണ കുട്ടികളെ പോലെ തന്നെ എല്ലാവരും ഈ കുട്ടികളെയും കാണണം എന്നുള്ള, കാരണം എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും ഒരു പ്രത്യേക രീതിയിലായിരിക്കും നോക്കുന്നത്. അതൊക്കെ മാറ്റി നല്ലൊരു രീതിയിൽ ഇവരെ ശ്രദ്ധിക്കണം എന്നൊക്കെയുണ്ട്. എനിക്കൊരാങ്ങളെയുണ്ട് ഇതുപോലെ തന്നെ വയ്യാത്തത്. അതുകൊണ്ട് എനിക്ക് ഈ പിള്ളേരുടെ വിഷമങ്ങളും മാതാപിതാക്കന്മാരുടെ വിഷമങ്ങളും എനിക്ക് നല്ലോണം. അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിതമായത്. പിന്നീട് അങ്ങോട്ട് വിജയത്തിൻ്റെ നീണ്ട പതിറ്റാണ്ടുകൾ. അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ അനുദിനം മുന്നോട്ട്, അത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക്, വിലയേറിയ പ്രവർത്തനങ്ങളിലൂടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി വായിച്ച് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ മുന്നേറുകയാണ്. ഇനിയും ഈ കലാലയത്തിന് നല്ലത് വരട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു. ഇതോടുകൂടി ഈ ഡോക്യുമെൻ്ററി ഇവിടെ പൂർണ്ണമാവുകയാണ്.